തിരുവനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധാനത്തിൽ ഈ വെർച്വൽ മീറ്റിംഗിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ വന്ദനം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരും സൗഖ്യവും സന്തോഷത്തോടെയും ആയിരിക്കുന്നു എന്ന് ദൈവ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട്ടിലായിരിക്കുന്നതായ പ്രിയപ്പെട്ടവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് അറിയുന്നു. കർത്താവ് എല്ലാവരെയും പരിപാലിക്കുമാറാകട്ടെ. എന്നാൽ മറുഭാഗത്ത് പ്രകൃതി ദുരന്തത്തിന്റെ ഇരയായി തീർന്നതായ അനേകർ വേദനയോടെ, ഭാരത്തോടെ, കണ്ണുനീരോടൊക്കെ ആയിരിക്കുന്നവരുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും ഓർക്കാം. കർത്താവ് അവരെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വേദഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചു നിർത്തിയതായ വേദഭാഗം നമ്മുടെ വേദപുസ്തകത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷനായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ. അതിൽ നമ്മുടെ വേദപുസ്തകം നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പുള്ളതായ ചില കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനം ആദ്യമായി എഴുതപ്പെട്ടത് എബ്രായ ഭാഷയിലാണെന്ന് നമുക്കറിയാം. ആ എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടതായ പഴയ നിയമം 39, നമ്മുടെ കയ്യിലിരിക്കുന്ന 39 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ നിയമത്തിന്റെ യഹൂദ പാർട്സ് ഏതൊക്കെ, അല്ലെങ്കിൽ യഹൂദ വിഭജനം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എബ്രായ വിഭജനം, പ്രൈസ് ദി ലോർഡ്, എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിപ്പാനായിട്ടിടയായിട്ട് തീർന്നല്ലോ. ആ 5 വിഭാഗങ്ങൾ, 3 വിഭാഗങ്ങളാണ് നമുക്ക് എബ്രായ ന്യായപ്രമാണത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ തനാക്കിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതായ 3 ഭാഗങ്ങൾ. അതൊന്ന് തോറയാണ്, 2 നബീം എന്ന് പറയുന്നതായ പ്രവചന പുസ്തകങ്ങളാണ്, മൂന്നാമത്തത് കെത്തൂബീം എന്ന് പറയുന്ന 3ാമത്തെ വിഭാഗമാണ് എഴുത്തുകൾ. അത് ഏതൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. ഏൻഷ്യന്റ് ഹീബ്രു വിഭജനം നമ്മൾ മനസ്സിലാക്കി. മോഡേൺ ഹീബ്രു വിഭജനം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയത് നമ്മുടെ കയ്യിലിരിക്കുന്നതായ സാധാരണ വേദപുസ്തകത്തിന്റെ വിഭജനമാണ്. നമുക്കത് വളരെ സുപരിചിതമായതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ വിശദീകരിക്കേണ്ട കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആ സ്ക്രീനിൽ കാണുന്നതായ കാര്യങ്ങൾ കൂടെ തന്നെ ഞാൻ പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 4 വിഭാഗങ്ങളായിട്ടാണ് വേദപണ്ഡിതാക്കന്മാർ നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തെ വിഭജിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ വിഭജനം അനുസരിച്ചുള്ളതായ ആദ്യത്തെ 5 പുസ്തകങ്ങളാണല്ലോ അവരുടെ തോറ എന്നറിയപ്പെടുന്നത്, ന്യായപ്രമാണം. ആ തോറയ്ക്ക് പകരമായി നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, അത് ഒന്ന് പെന്റട്ടോക്ക്. അത് ഞാൻ 4 വിഭാഗങ്ങൾ മാത്രം പറയാം. 2ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബുക്സ് ആണ്. അതിനകത്ത് 12 ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിസ്ഡം ബുക്സ് ആണ്, അല്ലെങ്കിൽ കാവ്യ പുസ്തകങ്ങൾ എന്നതിനെ പറയും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അത് ജ്ഞാനം തരുന്നതായതുകൊണ്ട് അതിനെ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളെന്ന് പറയാം. അപ്പൊ വിസ്ഡം ബുക്സ് അല്ലെങ്കിൽ കാവ്യ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ വൈജ്ഞാനിക ഗ്രന്ഥം. ആ വിഭാഗത്തിൽ 5 പുസ്തകങ്ങളുണ്ട്. 4ാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് പ്രൊഫറ്റിക് ബുക്സ്, അല്ലെങ്കിൽ പ്രവചന പുസ്തകങ്ങൾ. അതിനകത്ത് 17 പുസ്തകങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇനി ഏതൊക്കെയാണ് ഈ ഓരോ വിഭാഗത്തിലും ഉള്ളതായ പുസ്തകങ്ങൾ? 1ാമത്തെ വിഭാഗം നമ്മൾ പറഞ്ഞു പെന്റട്ടോക്കാണ്. 5 പുസ്തകങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടാണ് പഞ്ചൈക പുസ്തകങ്ങൾ എന്ന് പറയാൻ കാരണം. പഞ്ചൈക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 5 പുസ്തകം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോ ആ പെന്റട്ടോക്ക് എന്ന് പറയുന്ന പഞ്ചൈക പുസ്തകങ്ങളിൽ
കാണുന്നതായ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച്, എബ്രായ തോറ അനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം, ബുക്ക് ഓഫ് ജെനിസിസ്, ബുക്ക് ഓഫ് എക്സോഡസ്, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ്, ബുക്ക് ഓഫ് നമ്പേഴ്സ് ആൻഡ് ബുക്ക് ഓഫ് ഡിട്രോണമി. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം, ഇങ്ങനെ 5 പുസ്തകങ്ങളാണ് പെന്റട്ടോക്കിലുള്ളത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നമ്മള് ഹിസ്റ്റോറിക്കൽ ബുക്കാണ്. എന്ന് പറഞ്ഞാൽ ചരിത്ര പുസ്തകങ്ങളെന്ന് ചുരുക്കം. അതിനകത്ത് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രയേലിന്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എതുവരെ എന്ന് ചോദിച്ചാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 400 വർഷം മുമ്പ് വരെയുള്ളതായ ചരിത്രം നമുക്ക് ഈ ചരിത്ര പുസ്തകങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. ഏതൊക്കെയാണ് ചരിത്ര പുസ്തകങ്ങൾ? 12 എണ്ണമുണ്ട്. 12 എണ്ണം ഏതൊക്കെയാണ്? പ്രമാണമായി പറഞ്ഞു കഴിഞ്ഞാൽ ജോഷുവ മുതൽ എസ്തേർ വരെയുള്ളതായ പുസ്തകങ്ങളെല്ലാം ചരിത്ര പുസ്തകങ്ങളാണ്, ഹിസ്റ്റോറിക്കൽ ബുക്സ് ആണ്. അപ്പം ആ ഇസ്രയേലിന്റെ മൊത്തത്തിലുള്ളതായ ചരിത്രം, വാഗ്ദത്ത നാടിൽ അവരെത്തിയതിനു ശേഷം ഉള്ളതായ മുഴുവൻ ചരിത്രവും നമുക്ക് ഈ ഹിസ്റ്റോറിക്കൽ ബുക്സിൽ കാണുവാനായിട്ട് കഴിയും. ഏതൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ ബുക്സ്? നമ്മുടെ വേദപുസ്തകത്തിൽ ഇരിക്കുന്നതായ അതിന്റെ ക്രമം അനുസരിച്ച് പറഞ്ഞാൽ യോശുവ, ന്യായാധിപന്മാർ, രൂത്ത്, 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം, യസ്ര, നെഹമ്യാവ്, എസ്തേർ. ബുക്ക് ഓഫ് ജോഷുവ, ബുക്ക് ഓഫ് ജഡ്ജസ്, ബുക്ക് ഓഫ് രൂത്ത്, ബുക്ക് ഓഫ് ഫസ്റ്റ് സാമുവേൽ ആൻഡ് സെക്കൻഡ് സാമുവേൽ, ബുക്ക് ഓഫ് ഫസ്റ്റ് കിങ്സ് ആൻഡ് സെക്കൻഡ് കിങ്സ്, ബുക്ക് ഓഫ് ഫസ്റ്റ് ക്രോണിക്കിൾസ് ആൻഡ് സെക്കൻഡ് ക്രോണിക്കിൾസ്, ബുക്ക് ഓഫ് എസ്ര, ബുക്ക് ഓഫ് നെഹമ്യ ആൻഡ് ബുക്ക് ഓഫ് എസ്തേർ. ഇങ്ങനെ 12 പുസ്തകങ്ങളാണ് ചരിത്ര പുസ്തകങ്ങൾ. ഈ ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ നാം ഒന്ന് ശരിയായി കണ്ണോടിച്ചാൽ, അല്ലെങ്കിൽ ശരിയായി ഒന്ന് മനസ്സിലാക്കിയാൽ, അതിന്റെ അറേഞ്ച്മെന്റ് മാത്രം മനസ്സിലാക്കിയാൽ പഴയ നിയമത്തിന്റെ കണ്ടൻസ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും. അപ്പൊ പഴയ നിയമത്തെ കുറിച്ച് പരിചയം അധികം നമുക്ക് ഇല്ല എങ്കിൽ, പഴയ നിയമത്തെ കുറിച്ചുള്ളതായ അറിവില്ല എങ്കിൽ, ഈ 12 പുസ്തകങ്ങൾ, ഈ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ, വേദപുസ്തകത്തിലെ ഈ ചരിത്ര പുസ്തകങ്ങളിൽ കൂടെ നമ്മളൊന്ന് ഓടിച്ച് പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് മുന്നോട്ട് പോകുമ്പോ പ്രൈസ് ദി ലോർഡ് ആ വിഷയങ്ങളൊക്കെ, അതിന്റെ ആ കണ്ടൻസ്, ഓരോ പുസ്തകവും എന്തിനായിട്ടാണ് എഴുതിയത്, അതിന്റെ കണ്ടൻസ് എന്താണ്, അത് ഈ പുതിയ നിയമത്തിൽ നാം ആയിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ അതിന്റെ റെലവൻസ് എന്താണ് എന്ന് ചുരുക്കമായി നമുക്ക് മനസ്സിലാക്കി പോകാം. അപ്പൊ പഴയ നിയമം പഴയതാണെന്നും പുതിയ നിയമമാണ് നമുക്ക് വേണ്ടിയത് എന്നുള്ളതായ ആ ധാരണയും അങ്ങനെ പഠിപ്പിക്കുന്നതായ ആ വ്യാജമായ ഉപദേശം അല്ലെങ്കിൽ ആ ഫോൾസ് ടീച്ചിങ്ങും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ നിയമം ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ നിയമത്തിന്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. പുതിയ നിയമം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമം അറിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ദൈവസഭയെക്കുറിച്ചും ദൈവിക ശുശ്രൂഷയെക്കുറിച്ചും ശുശ്രൂഷകന്മാരെ കുറിച്ചും സഭയുടെ നടത്തിപ്പിനെ കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ കൂടെ പുതിയ നിയമം പഠിക്കുവാൻ നാം തയ്യാറാകണം. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ദൈവസഭയിൽ കാണപ്പെടുന്നതായ അനുചിതമായ ഒത്തിരി വിഷയങ്ങൾ കടന്നു വരുവാൻ കാരണം. അപ്പോ അത് മനസ്സിലാക്കി നാം ദൈവസഭയിൽ അംഗങ്ങളായിരിക്കുകയും ദൈവസഭയിൽ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നവരെ ആ ശുശ്രൂഷ ചെയ്യുകയും അതിനനുസരിച്ച് നാം ആത്മീയ കാര്യങ്ങൾ മുന്നോട്ട് ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവസഭ ആരോഗ്യപരമായി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. ഇത് ഒന്നും പഠിക്കാതെ, ഒന്നും മനസ്സിലാക്കാതെ, പഴയ നിയമം വേറെയാണ്, പുതിയ നിയമം വേറെയാണ്, ഇത് രണ്ടും നമുക്കെന്തിനാ എന്ന് ചോദിച്ചുകൊണ്ട് വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്നുള്ളതായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് കൾട്ടുകളും ഉപദേശ പിശകുകളും
പരസ്പരം മനസ്സിലാക്കുവാൻ ഒക്കാത്തതായ കാര്യങ്ങളുമൊക്കെ ദൈവസഭയിൽ തന്നെ കടന്നു വരുവാൻ കാരണം. നമുക്ക് ദൈവം സഹായിച്ചാൽ വേദപുസ്തകത്തിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് അതുള്ളതായ ബന്ധത്തിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ചരിത്ര പുസ്തകങ്ങളാണ് രണ്ടാമത്. ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിസ്ഡം ബുക്സ് ആണ്. വിസ്ഡം ബുക്സ് ഏതൊക്കെയാണ്? കാവ്യ പുസ്തകങ്ങൾ. നമ്മള് ഇയ്യോബിന്റെ പുസ്തകം മുതൽ ഉത്തമഗീതം വരെ നാം മനസ്സിലാക്കിയാൽ അതെല്ലാം എഴുതിയിരിക്കുന്നത് കാവ്യാത്മകമായിട്ടാണ്, അല്ലെങ്കിൽ പൊയറ്റിക് ബുക്സ് ആണ്. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഗദ്യരൂപത്തിൽ വായിക്കുന്ന പല പുസ്തകങ്ങളും, ഗദ്യരൂപത്തിൽ വായിക്കുന്നതായ പല അധ്യായങ്ങളും എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പദ്യങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ പോയംസ് ആയിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എന്നാൽ വേദപുസ്തകത്തിന്റെ ആഖ്യാന രീതി അങ്ങനെയാണ്. അതിനകത്ത് ചില പാട്ടുകൾ മാത്രമാണ് പാട്ട് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ, പുറപ്പാട് പുസ്തകമല്ല, ഉൽപ്പത്തി പുസ്തകം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് അനുഗ്രഹിക്കുന്നതായ അനുഗ്രഹവാചകങ്ങൾ, ഇത് എങ്ങനെയാണ് നമ്മൾ വായിച്ചു പോകുന്നത്? ഗദ്യരൂപത്തിലാണ്. പക്ഷെ ഒറിജിനലി അത് എഴുതിയിരിക്കുന്നത് പൊയറ്റിക് മെത്തേഡിലാണ്. അപ്പൊ പൊയറ്റിക് രീതിയിൽ അത് സംസാരിക്കുമ്പോ ആ വേദപുസ്തകത്തിൽ അത് സംസാരിച്ചിരിക്കുന്നയാളിന്റെ ജ്ഞാനം എത്രയാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. വളരെ മനോഹരമായി കാവ്യാത്മകമായിട്ടാണ് അങ്ങനെയുള്ളതായ ഓരോ പദ്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആവർത്തന പുസ്തകത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ചില ഭാഗങ്ങളുണ്ട് പദ്യരൂപത്തിൽ തന്നെ. അതുപോലെ പുറപ്പാട് പുസ്തകം ചെങ്കടൽ കിടക്കുമ്പോ അവര് പാടിയതായ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത പാടിയ പാട്ട് നമ്മൾ ഗദ്യരൂപത്തിലാണ് വായിച്ചു പോകുന്നത്. എന്നാൽ അത് മാത്രമല്ല പദ്യരൂപത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രവചന പുസ്തകങ്ങളിൽ പല ഭാഗങ്ങളും പദ്യരൂപത്തിലാണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാം ഗദ്യരൂപത്തിലാണ്. മനസ്സിലാക്കാനും വായിക്കാനുമുള്ളതായ എളുപ്പത്തിൽ അങ്ങനെ ഒരുപക്ഷെ നമുക്ക് കിട്ടിയ തർജ്ജമ അങ്ങനെ ആയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഏതായാലും അറിയപ്പെടുന്നതായ കാവ്യപുസ്തകങ്ങൾ എന്ന് പറയുന്നത്, പദ്യരൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 5. ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശ്യവാക്യങ്ങൾ, സഭാപ്രസംഗി, സോങ് ഓഫ് സോളമൻ, ദ ബുക്ക് ഓഫ് ജോബ്, ബുക്ക് ഓഫ് സാംസ്, ബുക്ക് ഓഫ് പ്രോവർബ്സ്, ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റസ് ആൻഡ് ദ ബുക്ക് ഓഫ് സോങ് ഓഫ് സോളമൻ. സങ്കീർത്തനമാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പലരും അതൊരു പദ്യഭാഗമല്ല, അല്ലെങ്കിൽ ഒരു കാവ്യപുസ്തകമല്ല എന്നുള്ള രീതിയിലാണ് പലപ്പോഴും അത് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെ വായിക്കാൻ പറ്റത്തുള്ളൂ, അത് വേറൊരു കാര്യം. പക്ഷേ പറയുമ്പോഴെങ്കിലും നമ്മളത് പറയുവാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു പാട്ടുപുസ്തകം തുറന്നാൽ ആ പാഠപുസ്തകത്തിൽ ഇപ്പൊ 100ാമത്തെ പാട്ട് പറയുകയാണെങ്കിൽ ഇന്ന പാഠപുസ്തകത്തിലെ 100ാമത്തെ അധ്യായം എന്ന് പറയത്തില്ല, 100ാമത്തെ പാട്ടെന്നേ പറയത്തുള്ളൂ. സങ്കീർത്തനം ഒരു പൊയറ്റിക് ബുക്കാണ്, ഒരു പദ്യ അല്ലെങ്കിൽ പോയംസ് പോയംസിന്റെ ബുക്കാണ്. അപ്പൊ ആ ബുക്ക് തുറക്കുമ്പോ സങ്കീർത്തനം 1ാം അധ്യായം എന്ന് ഒരിക്കലും പറയരുത്. കാരണം അധ്യായങ്ങളല്ല, അത് ഓരോന്നും എന്താണ്, ഓരോന്നും ഓരോ പാട്ടാണ്. അപ്പൊ 55 നമ്മള് സങ്കീർത്തനം 55 എടുക്കുമ്പോ പറയേണ്ടത് ഇങ്ങനെ പറയാവൂ, 55ാം സങ്കീർത്തനം എന്നേ പറയാവൂ. സങ്കീർത്തനങ്ങൾ 55ാം അധ്യായം ഒന്നും ആരും പറയരുത്, മഹാ ബ്ലണ്ടറാണ് അങ്ങനെ പറയുന്നത്. പുസ്തകത്തെ കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ അധികമായി ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ല, എങ്കിലും ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് ഇനിയും അത് നമ്മൾ പറയുമ്പോ വളരെ ശ്രദ്ധിക്കണം. സങ്കീർത്തനങ്ങൾ ഇത്രാമത്തെ സങ്കീർത്തനം എന്ന് തന്നെ പറയണം. ഇനി പ്രോവർബ്സ്, അതുപോലെ ഈ 5 പുസ്തകങ്ങളാണ് കാവ്യ പുസ്തകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇനി നാലാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രൊഫറ്റിക് ബുക്സ് ആണ്, പ്രവചന പുസ്തകങ്ങൾ.
ഈ പ്രവചന പുസ്തകങ്ങൾക്കകത്ത് 17 പുസ്തകങ്ങളുണ്ട്. ഈ 17 പ്രവചന പുസ്തകങ്ങൾ, അതായത് യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ളതായ 17 പുസ്തകങ്ങളും എന്താണ്? പ്രവചന പുസ്തകങ്ങളാണ്. ആ പ്രവചന പുസ്തകങ്ങളെ 2 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മേജർ പ്രൊഫറ്റ്സ് ആണ്, അല്ലെങ്കിൽ വലിയ പ്രവാചകന്മാരെന്ന് മലയാളത്തിൽ പറയാം. വലിയ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ പ്രവാചകൻ ഒരു 7 അടി നീളവും ഒരു 120 കിലോ ഭാരവും ഉള്ളതായ പ്രവാചകനാണെന്ന് വിചാരിക്കരുത്. ആ പ്രവചനത്തിന്റെ ബുക്കിന്റെ വലിപ്പം അനുസരിച്ചാണ് വലിയ പ്രവാചകന്മാരെന്നും ചെറിയ പ്രവാചകന്മാരെന്നും തിരിച്ചിരിക്കുന്നത്. ചെറിയ പ്രവാചകന്മാരായതുകൊണ്ട് അവരുടെ പ്രവചനം ചെറുതാണെന്നോ, അല്ലെങ്കിൽ അവരുടെ പ്രവചനം അൺഇമ്പോർട്ടന്റ് ആണെന്നോ, അവരുടെ പ്രവചനം വലിയ കാതലായ വിഷയങ്ങളില്ല എന്നോ ഒന്നും വിചാരിക്കരുത്. എല്ലാം ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന തിരുവചനമാണ്. ദൈവത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ്. ചെറിയ പ്രവാചകന്മാരായാലും വലിയ പ്രവാചകന്മാരായാലും. വലിയ പ്രവാചകന്മാർക്ക് കർത്താവ് ആ കാലഘട്ടങ്ങളിൽ കൊടുത്തതായ ശുശ്രൂഷ ഒരു നീണ്ട കാലത്തേക്കുള്ളതോ, അല്ലെങ്കിൽ ഒരു വലിയ ജനസമൂഹത്തിനുള്ളത്, പല രാജ്യങ്ങൾക്കുള്ളതോ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെയുള്ളതായ വിഷയങ്ങൾ, വളരെ വിപുലമായ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ടാണ് ആ പ്രവചനങ്ങൾ എന്തായി മാറിയത്? വലിയ പ്രവചന പുസ്തകങ്ങൾ എന്ന് പറയുവാനായിട്ട് കാരണം. ഇക്കൂട്ടത്തിൽ ഒരു സംശയം തോന്നാം. 14 അധ്യായമുള്ളതായ ഹോശേയ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും 12 അധ്യായമുള്ളതായ ദാനിയേൽ എന്തുകൊണ്ട് വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും ആയി എന്ന് ഒരു സംശയം വരാം. നിങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയമില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ സംശയം ഞാൻ അങ്ങോട്ട് പറയുമ്പോഴാണ്, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ സംശയമാണ്, നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാകാത്തത്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ എനിക്കൊരു സംശയം നേരത്തെ തോന്നിയിരുന്നു. ഹോശേയ പ്രവചനത്തിൽ 14 അധ്യായമുണ്ട്, ദാനിയേൽ പ്രവചനത്തിൽ 12 അധ്യായമേ ഉള്ളൂ. ഈ പണ്ഡിതന്മാർക്ക് എന്താ അധ്യായങ്ങളുടെ ഇത് ബുക്കിന്റെ എണ്ണം അനുസരിച്ച്, അല്ലെങ്കിൽ ബുക്കിന്റെ അധ്യായങ്ങൾ അനുസരിച്ച് എന്തിനാ ഇത് വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിലാക്കിയത് എന്നുള്ളതായ ഒരു ചിന്ത പണ്ട് എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിലും, പ്രൈസ് ദി ലോർഡ്, വേദപുസ്തകം വായിച്ചപ്പോ എനിക്ക് ആ സംശയം മാറ്റപ്പെടുവാനിടയായി. കാരണം എന്താണെന്നറിയാമോ? ദാനിയേൽ പ്രവചിച്ചത് പ്രവാസകാലത്തോടുള്ളതായ ബന്ധത്തിലാണ്. ആ പ്രവാസകാലത്ത്, അല്ലെങ്കിൽ BC ഏതാണ്ട് പ്രൈസ് ദി ലോർഡ് 450-500 കാലഘട്ടങ്ങളിലാണ് ഈ ദാനിയേൽ പ്രവചിച്ചതെങ്കിലും ദാനിയേലിന്റെ പ്രവചനകാല ദൈർഘ്യം, അല്ലെങ്കിൽ അതിന്റെ ഫുൾഫിൽമെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് അപ്പുറം പോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോ ആ കാലക്കണക്ക്, ദാനിയേലിന്റെ കാലക്കണക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ചിലത് തുടങ്ങിയിട്ട് പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ചില ഭാഗങ്ങളുടെ നിവർത്തീകരണം തുടങ്ങിയിട്ട് പോലുമില്ല. അപ്പോ അത്ര ദീർഘകാലത്തേക്കുള്ളതായ ഒരു പ്രവചനം ദാനിയേല് 12 അധ്യായങ്ങൾ ചുരുക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രവചന കാല ദൈർഘ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രവചന ഫുൾഫിൽമെന്റ് പീരീഡ് എന്ന് പറയുന്നത് വലിയ കാലഘട്ടമായത് കൊണ്ടാണ് ദാനിയേലിനെ വലിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എണ്ണുവാനായിട്ട് കാരണം. യെശയ്യാവിന്റെയും കാരണം അത് തന്നെയാണ്. 66 അധ്യായങ്ങൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ആ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ, അതായത് പാസ്റ്റ് എറ്റേണിറ്റി മുതൽ പോസ്റ്റ് എറ്റേണിറ്റി വരെയുള്ളതായ പ്രവചന ഭാഗങ്ങൾ നമുക്ക് ബുക്ക് ഓഫ് യെശയ്യായിൽ കാണുവാനായിട്ട് കഴിയും. മാത്രമോ, പ്രൈസ് ദി ലോർഡ്, അക്കാലത്ത് പ്രവാചകനായ യെശയ്യാവ് ജീവിച്ചിരുന്നപ്പോ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടതായ അനേക രാഷ്ട്രങ്ങളുടെ അവരുടെ ഭാവിയെ കുറിച്ച് പ്രവചിച്ചേക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ 2 ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മേജർ പ്രൊഫറ്റ്സ് എന്ന് പറയുന്നത് 5 പ്രവാചകന്മാരാണ്. ഇനിയും ഹോശേയ മുതൽ മലാഖി വരെയുള്ളതായ 17 പുസ്തകങ്ങളുണ്ട്. ഈ 17 പുസ്തകങ്ങളെ നമ്മള് എന്തായിട്ടാണ് പറയുന്നത്?
മൈനർ പ്രൊഫറ്റ്സ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് ചെറിയ പ്രവാചകന്മാരെന്നുള്ളതായ രീതിയിലാണ് വേദപണ്ഡിതാക്കന്മാർ അതിനെ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഹോശേയ, യോവേൽ, ആമോസ്, ഒബദ്യാവ്, യോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സഫന്യാവ്, ഹഗ്ഗായി, സെക്കരിയാവ്, മലാക്കി. ഈ 12 പ്രവചന പുസ്തകം എന്തിനാണ് എഴുതിയെന്നുള്ള കാര്യം നമുക്ക് സ്റ്റഡി ലേറ്റർ ഓൺ. പ്രൈസ്. ഞാൻ അതിലേക്കൊന്നും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് കാലക്രമത്തിൽ അല്ല ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒബദ്യാവ് ആദ്യം എഴുതപ്പെട്ടതായ ഒരു പ്രവചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ആദ്യം എഴുതിയതായ പ്രവചന പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ, എഴുതപ്പെട്ടതായ പ്രവചന പുസ്തകങ്ങളിൽ ആദ്യത്തെ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് ഒബദ്യാവ. ഏറ്റവും പഴയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം. പ്രൈസ് ദി ലോർഡ്. അപ്പോ അത് കാലക്കണക്കല്ല എന്ന് കാലക്രമത്തിലല്ല നമുക്ക് വേദപുസ്തകത്തിൽ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ അത്രയും പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇത് ഓർത്തിരിക്കാനുള്ളതായ ഒരു ഈസി മെത്തേഡ് ഞാൻ പറയാം. പഞ്ചൈക ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് 5ആണ്. ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 12ആണ്. കാവ്യ പുസ്തകങ്ങൾ 5ആണ്. പ്രവചന പുസ്തകങ്ങൾ 17 ഉണ്ടെങ്കിലും 5ആയിട്ടും 12ആയിട്ടും അതിനെ തിരിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഓർക്കാനായിട്ട് ഒരു നമ്പർ ക്രമം ഞാൻ പറഞ്ഞു തരാം. 5, 12, 5, 5, 12, 5, 12, 5, 5, 12 എന്ന് ഓർത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താ ആദ്യത്തെ 5? പഞ്ചൈക ഗ്രന്ഥങ്ങൾ. 12 എന്താണ്? ഹിസ്റ്റോറിക്കൽ ബുക്സ്. പിന്നത്തെ ആദ്യത്തെ 5, രണ്ടാമത്തെ 5 എന്താണ്? അത് കാവ്യ പുസ്തകങ്ങൾ. നാലാമത്തെ 5 എന്താണ്? പ്രൈസ് അതല്ലേ, അല്ലെങ്കിൽ നാലാമത്തെ വിഭാഗം. മൂന്നാമത്തെ 5 എന്താണ്? അത് വലിയ പ്രവാചകന്മാർ. ഒടുവിലത്തെ 12 എന്താണ്? മൈനർ പ്രൊഫറ്റ്സ്. 2 സംഖ്യ ഓർത്തിരുന്നാൽ മതി. 5ഉം 12 പുസ്തകങ്ങളുടെ അറേഞ്ച്മെന്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. 5ഉം 12ഉം. 5, 12, 5, 5, 12. പ്രൈസല്ലോ. നടുക്ക് ആ 5 എഴുതി കഴിഞ്ഞാൽ 5, 12, 5. പിന്നെ 5, 12. അത് രണ്ടറ്റത്തും 5ഉം 12ഉം വരും. പ്രൈസ്. നടുക്ക് ഒരു 5ഉമായിട്ട് എഴുതി കഴിയുമ്പോൾ ഈ 39 പുസ്തകങ്ങളുടെ ക്രമീകരണം മനസ്സിലാകും. നിങ്ങളുടെ ഹൃദയത്തിൽ അത് തറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 5, 12, 5, 5, 12. പ്രൈസ് ദി ലോർഡ്. അത് ഓർമ്മയിരിക്കട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ പഠിച്ചതായ ഈ 3 വിഭജനവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓൾഡ് ടെസ്റ്റമെന്റ് ഡിവിഷൻ, അതായത് തനാക്കിന്റെ ഓൾഡ് ഡിവിഷൻ. രണ്ടാമത് തനാക്കിന്റെ തന്നെ മോഡേൺ ഡിവിഷൻ. മൂന്നാമത് മോഡേൺ ബൈബിൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നതായ സാധാരണ ബൈബിളിന്റെ ഡിവിഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഏൻഷ്യന്റ് ഹീബ്രു 24 ബുക്സ് ആണ്. തോറ 5, പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ നവീം എന്ന് പറയുന്നത് 8, കെത്തൂവീം എഴുത്തുകൾ 11. രണ്ടാമത്തത് മോഡേൺ ഹീബ്രു ബൈബിൾ ആണ്. മോഡേൺ ഡിവിഷൻ ഇങ്ങനെയാണ് വരുന്നത്. തോറ 5, പ്രൊഫറ്റ്സ് അല്ലെങ്കിൽ നബീം എന്ന് പറയുന്നത് 18, കെത്തൂവീം അല്ലെങ്കിൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് 11. കാരണം നമ്മുടെ വ്യത്യാസം കണ്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് വിശദീകരിച്ച് പഠിച്ചത് കൊണ്ട് ഞാൻ ഇനി അതിലേക്കൊന്നും പോകുന്നില്ല. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കയ്യിലിരിക്കുന്നതായ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഡിവിഷനാണ്. 39 പുസ്തകങ്ങളാണ്. 4 ഡിവിഷൻസ്. പെന്ററ്റോക്ക് പഞ്ചൈക പുസ്തകങ്ങൾ, ദ ഹിസ്റ്റോറിക്കൽ ബുക്സ് ചരിത്ര പുസ്തകങ്ങൾ 12, വിസ്ഡം ബുക്സ് 5, പ്രൊഫറ്റിക് ബുക്സ് 17. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തെ കുറിച്ചുള്ളതായ ബുക്സിന്റെ ഒരു ക്രമീകരണം നിങ്ങളുടെ ഹൃദയത്തിൽ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ വിശ്വാസം തെറ്റല്ല എങ്കിൽ നിങ്ങളുടെ കൈകളെ ഒന്ന് ഉയർത്തിയാൽ നല്ലതായിരുന്നു. പ്രൈസ് ദി ലോർഡ്.
പ്രൈസല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ സിമ്പിൾ കാണിക്കാം കേട്ടോ, സംശയം വല്ലതും ഉണ്ടെങ്കിൽ. ഇല്ല എന്ന് കരുതും. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബിഗിനിങ് ഓഫ് ഹോളി സ്ക്രിപ്ചർ. ഇനി നമ്മുടെ കയ്യിരിക്കുന്നതായ വേദപുസ്തകത്തിന്റെ ആരംഭം. നിങ്ങൾക്ക് മൈക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും കഴിയും. അതുകൊണ്ട് ഇൻ കേസ് ഞാൻ കൈ ഉയർത്തിയത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പൊ എനിക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്തിന്റെ ആരംഭം. എന്തുകൊണ്ടാണ് ഞാനിവിടെ വിശുദ്ധ തിരുവെഴുത്ത് എന്ന് എഴുതാൻ കാരണമെന്നും കൂടെ പറയാം. നമ്മൾ സാധാരണ പറയുന്നത് ബൈബിൾ 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 എന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്നതായ ആ ഒരു ദൈവവചനത്തിനാണ് ബൈബിൾ എന്ന് പറയുന്നത് എന്നുള്ളതായ ധാരണയാണ് നമുക്കുള്ളത്. ഒരു പരിധിവരെ ആ ധാരണ ശരിയാണെന്ന് പറഞ്ഞാലും അത് ഭാഷാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ശരിയായിട്ടുള്ളതായ പദമല്ല. കാരണം ബൈബിൾ എന്ന് പറയുന്നതായ പദം ഉരുത്തിരിഞ്ഞത് ബിബ്ലോസ് എന്ന് പറയുന്നതായ പദത്തിൽ നിന്നാണ്. ഗ്രീക്കിൽ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ബുക്സ് എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു ബണ്ടിൽ ഓഫ് ബുക്സ് എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിലധികം പുസ്തകങ്ങൾ നമ്മൾ കളക്ട് ചെയ്താൽ, അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് സെർട്ടൈൻ ബുക്സ് എന്നാണ് അതിന്റെ അർത്ഥം. കുറച്ച് പുസ്തകങ്ങളുടെ സമാഹാരം. ഒരേ വിഭാഗത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പെടുന്നതായ ഒന്നിലധികം പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ബൈബിൾ എന്ന് പറയാം. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ബുക്സ്. ഇതെന്തുകൊണ്ടാണ് ഇതിന് ബൈബിൾ എന്ന് പറയാൻ കാരണം? നമ്മുടെ കയ്യിരിക്കുന്നതായ വേദപുസ്തകത്തിന് ബൈബിൾ എന്ന് പറയാൻ കാരണം ഒന്നിലധികം പുസ്തകങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അത് ബൈബിൾ എന്ന് പറയാൻ കാരണം. ബൈബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് സയൻസിന്റെ ബുക്കുകൾ എല്ലാവരും കളക്ട് ചെയ്തിട്ട് ഒരു കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ ബൈബിൾ എന്ന് പറയാം. തെറ്റല്ലാതെ ഭാഷാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈബിൾ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ബുക്സ് എന്നാണ്. അത് എനി ടൈപ്പ് ഓഫ് ബുക്സ് ആകാം, എനി നമ്പർ ഓഫ് ബുക്സ് ആകാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ കോമൺ ആയിട്ട് ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകം തന്നെ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതായ വേദപുസ്തകത്തെ ബൈബിൾ എന്ന് പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കുകയും ചെയ്യരുത്. നമുക്കങ്ങനെ പറയാം, യാതൊരു കുഴപ്പവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ അതിന്റെ തിരുവചനത്തെ പ്രത്യേകമായി പറയാൻ ഒറ്റ പദം, അതായത് വിശുദ്ധ തിരുവെഴുത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്ത് ഇതല്ലാതെ വേറെ ഒന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വിശുദ്ധ തിരുവെഴുത്ത് അല്ലെങ്കിൽ ഹോളി സ്ക്രിപ്ചർ എന്ന് പ്രത്യേകമായി എഴുതാൻ കാരണം. അല്ലെങ്കിൽ ബൈബിളിന്റെ ആരംഭം എന്ന് എഴുതുന്നത് കൊണ്ട് തെറ്റല്ല, തമ്മിലുള്ളതായ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിന്റെ ആരംഭം? അത് എന്നാണ് ആരംഭിച്ചതെന്ന് നോക്കാം. നമുക്കറിയാം, ആദാമിന്റെ കാലം മുതൽ എഴുത്തുകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എഴുത്തുകളില്ല. എഴുത്ത് രൂപപ്പെട്ടത്, ലിപി രൂപപ്പെട്ടത് അതിനുശേഷം അനേക കാലങ്ങൾ കഴിഞ്ഞ ആദാമും ഹൗവയും ഏദൻ തോട്ടത്തിന് പുറത്താക്കി ജനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോ ജനത്തിന്റെ അല്ലെങ്കിൽ ആ സംസ്കാരം വളരുവാനായിട്ടിടയായി. ആദ്യമായിട്ട് ഉരുത്തിരിഞ്ഞതായ സംസ്കാരം എന്ന് പറയുന്നത് മെസൊപ്പൊത്താമിയ സംസ്കാരമാണ്. അവിടെ വരുന്നതായ ചിന്തകളെ ശബ്ദങ്ങളായിട്ട് പുറത്തേക്ക് വിട്ടു. ആ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാനായി പ്രൈസ് ദി ലോർഡ് ചില അടയാളങ്ങളും ചില വരകളും കുറികളും ഒക്കെ അവർ കണ്ടുപിടിക്കുവാനായിട്ടിടയായി. അങ്ങനെയാണ് ആദ്യത്തെ ലിപി വരുവാൻ കാരണം. ആ ലിപി രൂപപ്പെടുന്നതിന് മുമ്പ് ആശയം വിനിമയം ചെയ്തുകൊണ്ടിരുന്നത് അവർ ശബ്ദം മുഖാന്തരമാണ്.
ഒത്തിരി നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ലിപി ഉണ്ടാകുന്നതും എഴുത്തുകൾ ഉണ്ടാകുന്നതും. എഴുത്തുണ്ടാകാൻ നമ്മൾ ഇന്നത്തെ പോലെ അന്ന് ഇമെയിൽ ആകട്ടെ അല്ലെങ്കിൽ വാട്സപ്പ് ആകട്ടെ ഒന്നുമില്ല, നമുക്കറിയാം. എന്തിനധികം പേപ്പർ പോലുമില്ല. പേപ്പറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ചുരുളുകളായിരുന്നു. ഈ ചുരുളുകൾ വരുന്നതിന് മുമ്പും അവർ എഴുതിയിരുന്നു. എങ്ങനെ എഴുതിയിരുന്നത്? സ്ലേറ്റുകൾ, തറയിൽ നിന്ന് അല്ലെങ്കിൽ വെട്ടിയെടുക്കുന്നതായ സ്ലേറ്റുകളിലും പാറക്കഷണങ്ങളിലുമാണ് അവർ എൻഗ്രേവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മെസൊപ്പൊത്താമിയൻ സംസ്കാരം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ശിലാഫലകങ്ങൾ കാണുവാനായിട്ട് കഴിയും, അല്ലെങ്കിൽ സ്റ്റോൺ റൈറ്റിങ്സ് കാണുവാനായിട്ട് കഴിയും. പലകകൾ പാറയിൽ നിന്ന് ഈ പാറയിൽ നിന്ന് പലകകൾ പോലെ വെട്ടിയെടുത്തിട്ട് ആ പലകയിൽ മാഞ്ഞു പോകാത്ത രീതിയിൽ എഴുത്താണി കൊണ്ടോ ഏറെ എന്തെങ്കിലും കൊണ്ടോ എൻഗ്രേവ് ചെയ്ത് വെക്കുന്നതായിട്ട് ഉള്ള സംസ്കാരമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ആരംഭകാലത്തുള്ളതായ ജനം എങ്ങനെയായിരുന്നു എന്നും അവരുടെ ജീവിത രീതി എങ്ങനെയായിരുന്നു എന്നും അവരുടെ സംസ്കാരം എന്തായിരുന്നു എന്നുമൊക്കെ ഈ ഭൂഗർഭ ഗവേഷണം ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് കിട്ടിയതായ ശിലാഫലകത്തിൽ നിന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആദ്യം നമുക്ക് കിട്ടുന്നതായ തിരുവെഴുത്തിന്റെ അല്ലെങ്കിൽ ഈ തനാക്ക് എന്ന് പറയുന്നതായ എബ്രായ ബൈബിൾ ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൽകിയത് ആരെന്നും എവിടെ വെച്ച് ആർക്ക് നൽകിയത് എന്നൊക്കെ അറിയാവുന്നതാണ്. അത് ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രം ഞാൻ ആ സംഭവത്തിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് ഇന്നേക്ക് 3500 വർഷത്തിന് മുമ്പ്, ഇന്നേക്ക് 2000 വർഷത്തിന് മുമ്പെന്ന് പറയുമ്പോൾ കർത്താവ് ജനിച്ചതായ അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന കാലഘട്ടമാണ്. 2024 നമ്മുടെ നടക്കുന്നതായ ഈ വർഷം. ഇതിന്റെ അർത്ഥം എന്താണ്? കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 2024 വർഷമായി എന്നുള്ളതായ കാലക്കണക്കാണ് അവിടെ. ക്രിസ്തുവിന് മുമ്പ് കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ജനം സീനായി മരുഭൂമിയിൽ എത്തുവാനായിട്ടിടയായി. അപ്പൊ ശ്രദ്ധിക്കണം, ഇന്നേക്ക് 2000 പ്ലസ് 1500 ക്രിസ്തു വരെയുള്ളതായ കാലഘട്ടം. ഇന്ന് മുതൽ ഈ കാലഘട്ടം മുതൽ ക്രിസ്തുവിന്റെ കാലഘട്ടം വരെയുള്ളതായ കാലഘട്ടം 2000 വർഷമാണ്. അതിനു മുമ്പുള്ളതായ 1500 വർഷത്തിന് മുമ്പ്, അതായത് 3500 വർഷങ്ങൾക്ക് മുമ്പ് യഹോവയായ ദൈവത്തിന്റെ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട് എവിടെ വന്നു? സീനായി മരുഭൂമിയിൽ വന്നു. സീനായി മരുഭൂമിയിൽ അവരെത്തുന്നത്, ആ ഹോരേബ് പർവ്വതത്തിന്റെ കീഴിൽ അവരെത്തുന്നത് ആ സീനായി മലയിൽ അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 47ാമത്തെ ദിവസം അവർ സീനായി മരുഭൂമിയിൽ അല്ലെങ്കിൽ ശൂർ മരുഭൂമിയിൽ എത്തുവാനായിട്ടിടയായി. ആ 47ാമത്തെ ദിവസം യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ ജനത്തോട് പറയണം. എന്താണ് നീ ജനത്തോട് പറയേണ്ടത്? 3 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. 3 ദിവസം കഴിയുമ്പോ ഞാൻ ഈ പർവ്വതത്തിൽ ഇറങ്ങി വരും. പർവ്വതത്തിൽ ഇറങ്ങുമ്പോ ഈ പർവ്വതത്തിന്റെ അടുക്കൽ ഒരു മനുഷ്യനും ഒരു മൃഗവും വരുവാൻ പാടില്ല. ആരും പർവ്വതത്തിൽ തൊടുവാൻ പാടില്ല. പർവ്വതത്തിൽ തൊടുന്നവൻ കൊല്ലപ്പെടണം. വിശുദ്ധ പർവ്വതമാണ്. ഞാൻ ഇറങ്ങുന്നത് കൊണ്ട് ആ പർവ്വതം വിശുദ്ധമായിരിക്കും. ആ പർവ്വതത്തോട് അടുക്കരുത്. ഒരുവന് മാത്രമേ അടുക്കുവാനുള്ളതായ പെർമിഷൻ ഞാൻ തരുന്നുള്ളൂ. അത് എന്റെ ദാസനായ മോശ എന്റെ അടുക്കലേക്ക് കയറി വരണം. 47ാമത്തെ ദിവസം അവർ ആ സീനായി മരുഭൂമിയിലെത്തിയതായവർ അടുത്ത 3 ദിവസം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവത്തിന്റെ ആ പ്രത്യക്ഷത കാത്ത് ഇരിക്കുകയാണ്. 50ാമത്തെ ദിവസം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 50ാമത്തെ ദിവസം ഇടിമുഴക്കം പോലെ ഭയങ്കരമായ ശബ്ദമുണ്ടായി. അവര് ഭയപ്പെട്ട് വിറച്ചു പോകത്തക്കതായ രീതിയിൽ
ഏതാണ്ട് 30 ലക്ഷത്തിലധികം വരുന്നതായ ജനം പർവ്വതത്തിന്റെ മുമ്പിൽ, പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്യുന്നതനായ യഹോവയായ ദൈവത്തിന്റെ തേജസ് അവിടേക്ക് ഇറങ്ങി വരികയാണ്. പർവ്വതം ആളിക്കത്തുവാനിടയായി. പർവ്വതം കത്തുന്നതിനോടൊപ്പം പർവ്വതം എന്ത് ചെയ്തു? കുലുങ്ങുവാനിടയായി. ആ ഇടിമുഴക്കത്തിന്റെ ശബ്ദം കൊണ്ട് പർവ്വതം കുലുങ്ങി. പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പുകയുയർന്നു. ആ വലിയ തീയുടെ മധ്യത്തിൽ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് ആ പർവ്വതത്തിലേക്ക് ഇറങ്ങുകയാണ്. പർവ്വതത്തിലേക്ക് ഇറങ്ങുമ്പോ എന്താ? പ്രൈസ് ദി ലോർഡ്. യഹോവയായ കർത്താവിന്റെ കരങ്ങളിൽ എഴുതപ്പെട്ടതായ തിരുവചനവുമായിട്ടാണ് ആരിറങ്ങി വരുന്നത്? യഹോവയായ ദൈവം ഇറങ്ങി വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം മോശ വെറും കൈയോടെയാണ് കയറിയത്. നമ്മൾ ഓർക്കണം, മോശയുടെ കയ്യിലൊന്നുമില്ല. മോശയുടെ പക്ഷേ പടി കാണുമായിരിക്കാം. പക്ഷേ ആ ആദ്യത്തെ പ്രാവശ്യം കയറിയപ്പോ മോശയ്ക്ക് കൊടുക്കുവാനായി, അല്ലെങ്കിൽ മോശ മുഖാന്തരം ജനത്തിന് കൊടുക്കുവാനായി എന്ത് ചെയ്തു? യഹോവയായ ദൈവം ആ എഴുതപ്പെട്ടതായ വചനവുമായിട്ട് ഹോരേബ് പർവ്വതത്തിൽ ഇറങ്ങുവാനിടയായി. അപ്പൊ എത്രാമത്തെ ദിവസമാണ്? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 50-ാമത്തെ ദിവസമാണ് ആ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വചനം ഭൂമിയിലേക്ക്, ഇസ്രയേലിലേക്ക്, അല്ലെങ്കിൽ ഇസ്രയേൽ തന്റെ സ്വന്തം ജനമായ അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രയേലിലേക്ക് കൊടുക്കുവാനിടയായിട്ട് തീർന്നത്. ഈ 50-ാമത്തെ ദിവസമാണ് ഷെക്കാമത്ത് എന്ന് പറയുന്നതായ ഉത്സവം. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് കൊടുക്കുന്നതായ, ഇസ്രയേലിന് പിൽക്കാലത്ത് കൊടുക്കുന്നതായ ഉത്സവങ്ങളിൽ ഒരു ഉത്സവമാണ് ഷെക്കാവത്ത് എന്ന് പറയുന്നതായ ഉത്സവം. അതിന്റെ മറ്റൊരു പേരാണ് പെന്തക്കോസ്റ്റ് ഉത്സവം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഷെക്കാവത്ത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ വചനം, ആദ്യമായി എഴുതപ്പെട്ടതായ വചനം വരുന്നത്, എത്ര പേര് സാക്ഷി നിന്നാ വരുന്നത്? ഏതാണ്ട് 30 ലക്ഷത്തിലധികം. എത്ര നമുക്കറിയത്തില്ല. 6 ലക്ഷം യോദ്ധാക്കൾ ഉണ്ടെന്നാണ് നമ്മൾ വായിക്കുന്നത്. 6 ലക്ഷം യോദ്ധാക്കൾ. 6 ലക്ഷം യോദ്ധാക്കൾ എന്ന് പറഞ്ഞു കഴിയുമ്പോ ശ്രദ്ധിക്കണം, 20 വയസ്സിന് മുകളിലോട്ടുള്ളതായ യൗവനക്കാരുടെ, ആരോഗ്യമുള്ള യുദ്ധപ്രാപ്തരായ യൗവനക്കാരുടെ എണ്ണമാണ് 6 ലക്ഷം. പ്രൈസ് ദി ലോർഡ്. ആ 20 വയസ്സിന് താഴോട്ടുള്ളവരുടെ എണ്ണം അവിടെ പറഞ്ഞിട്ടില്ല. യോദ്ധാക്കൾ കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ കഴിയാത്തതായ പ്രായമുള്ളവരുടെ കാര്യം പറഞ്ഞിട്ടില്ല. സ്ത്രീകളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടേ ഇല്ല. ഇപ്പൊ 6 ലക്ഷം അല്ല എന്ന് മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് ഇസ്രയേലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവര് ചുരുങ്ങിയ കാലം കൊണ്ട് ഭയങ്കരമായി വളർച്ച പ്രാപിച്ച ഒരു ജനക്കൂട്ടം കൂടിയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ ജനസംഖ്യ വർദ്ധിച്ച കൂട്ടമാണ്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രസവത്തിൽ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് പഠിക്കുന്നവരൊക്കെ കാണുവാനായിട്ട് കഴിയും. ഒരൊറ്റ പ്രസവത്തിൽ തന്നെ 4ഉം 5ഉം കുഞ്ഞുങ്ങളെ ഇസ്രയേലിയ സ്ത്രീകൾ പ്രസവിക്കും. അത്രത്തോളം ശരീര തിടുമ്പുള്ളതായ സ്ത്രീകളാണ്. കർത്താവ് അവർക്ക് പ്രത്യേകമായി കൊടുത്തതായ അനുഗ്രഹമാണത്. പ്രൈസ് തന്റെ ജനത്തെ വർദ്ധിച്ചു പെരുകുന്നതായ ആ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് കൊടുത്തതാണ്. അങ്ങനെയെങ്കിൽ ഓരോ കുടുംബത്തിലും എത്ര കുഞ്ഞുങ്ങൾ കാണുമെന്നുള്ള കാര്യം നമുക്ക് അനുമാനിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ഒരു ചുരുങ്ങിയ കണക്ക് വെച്ച് നമുക്ക് പറയാം, കുറഞ്ഞത് ഒരു 30 ലക്ഷം ആൾക്കാർ അവിടെ ഉണ്ടാകുമെന്നിരിക്കട്ടെ. ഈ 30 ലക്ഷം ആൾക്കാർ സാക്ഷി നിൽക്കെയാണ് ദൈവത്തിന്റെ വചനം ആദ്യമായി ഇറങ്ങി വരുന്നത്. ഇത്രത്തോളം ജനത്തിന്റെ ആ സാക്ഷ്യത്തിന്റെ വെളിച്ചത്തിൽ നടന്ന മറ്റൊരു സംഭവവും ലോകമുണ്ടായ ചരിത്രം മുതൽ ഇന്നു വരെ ഇല്ല. അപ്പൊ ദൈവത്തിന്റെ വചനം ദൈവം മനുഷ്യന് കൊടുക്കുവാൻ നിശ്ചയിച്ചപ്പോ രഹസ്യമായിട്ടല്ല കൊടുത്തത്. അത് അന്ന് എത്രത്തോളം ജനത്തിന് കാണുവാൻ കഴിയുമോ അതിന് നമ്മൾക്ക് ഇമാജിൻ ചെയ്യുവാൻ കഴിയാത്തതിനേക്കാൾ വിറ്റ്നസിന്റെ വെളിച്ചത്തിലാണ്
അല്ലെങ്കിൽ സാക്ഷികളുടെ വെളിച്ചത്തിലാണ് ദൈവം കൊടുത്തത് എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ തന്റെ എഴുതപ്പെട്ട വചനവുമായിട്ട് സീനായിൽ ഇറങ്ങുകയാണ് ദൈവം. അപ്പൊ ഒന്നാമത് വചനം കിട്ടിയെന്നതായ ആദ്യത്തെ സംഭവമാണ് കേട്ടോ. അന്ന് അവർ കണ്ടത് വളരെ ഭയാനകമായ കാഴ്ചകളാണ്. പർവ്വതം കുലുങ്ങുന്നതും അത് പുകയുന്നതും മുകളിൽ തീ കത്തുന്നതുമായ കാഴ്ച. അത് കൂടാതെ അവർക്ക് സഹിച്ചുകൂടുവാൻ കഴിയാത്ത വലിയ ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ ഏതാണ്ട് 3 ദശലക്ഷം ആൾക്കാരെ സാക്ഷി നിർത്തി ലോകത്തിലേക്ക് ആദ്യമായി എഴുതപ്പെട്ട വചനം ഇറങ്ങി വന്നു. അതുപോലെ ഒരു സംഭവം ഇത്രയും പേരെ സാക്ഷി നിർത്തി ഇതിനു മുമ്പോ ഇതിനു പിമ്പോ സംഭവിച്ചിട്ടില്ല. അത് സാക്ഷിയായി നിന്ന ജനം അതേ പേരിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നത് തിരുവചനത്തിന്റെ വാസ്തവികതയെ ഉറപ്പിക്കുന്നതാണ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനത നേരിട്ട് കണ്ടതാണ് സ്വർഗത്തിൽ നിന്ന് വചനം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതേ ജനത, ആ ഇസ്രയേൽ എന്ന് പറയുന്ന അതേ ജനത 2024 നമ്മുടെ കണ്ണു മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവവചനത്തിന്റെ ആ റിയാലിറ്റി, പ്രൈസ് ദി ലോർഡ്, അതിന്റെ അത് നമുക്ക് വേറെ ടോപ്പിക് ഉണ്ട്. നമ്മുടെ കയ്യിരിക്കുന്നതായ ദൈവവചനത്തിന്റെ വാസ്തവികത എത്രത്തോളം ഉണ്ട് എന്ന് പഠിക്കുന്ന വേറെ ടോപ്പിക്ക് പുറകെ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ നോക്കൂ, എത്ര വിലപ്പെട്ട വചനമാണ്, എത്ര വിലയേറിയ വചനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നോക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആദ്യം കിട്ടിയതായ വചനത്തിന്റെ ഉത്ഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക്. നമ്മുടെ കയ്യിരിക്കുന്നതായ വചനം പ്രൈസ് ദി ലോർഡ് ബൈബിൾ സൊസൈറ്റി തന്നതല്ല, ഡോക്ടർ ഹെർമൻ ഉണ്ടാക്കിയ വചനമല്ല. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതായ വചനമാണ്. അതാണ് അതിന്റെ ആരംഭം. ഇനിയും ക്രിസ്തുവിന് മുമ്പുള്ളതായ വ്യത്യസ്ത തിരുവെഴുത്തുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 1500 വർഷങ്ങൾക്ക് മുമ്പാണ് എഴുതപ്പെട്ട വചനം ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞു. ആദ്യം കയ്യിൽ കിട്ടിയ മോശയ്ക്ക് കിട്ടിയതായ ഇത് മോശ എഴുതി പൂർത്തീകരിക്കുന്നത്, മോശയുടെ പഞ്ചേക ഗ്രന്ഥങ്ങൾ തോറ എഴുതി പൂർത്തീകരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ മോശ കൊടുത്തതായ ആ വചനം പ്രൈസ് ദി ലോർഡ് മോശ എഴുതി അത് തോറ എന്ന് എബ്രായ പദത്തിൽ അത് വിളിക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അതിനുശേഷം അതേ തുടർന്ന് പല പ്രവാചകന്മാർ എഴുതുവാനായിട്ടിടയായി. ഈ ചരിത്ര പുസ്തകങ്ങളെല്ലാം പ്രവാചകന്മാരും പ്രൈസ് ദി ലോർഡ് അങ്ങനെയുള്ളതായ എഴുത്തുകാരും കൂടെ ചേർന്ന് എഴുതിയതാണെന്നുള്ള കാര്യം പുറകെ നമ്മൾ പഠിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് വായിച്ചു പോകുകയാണ്. ഇതിനെ പ്രവാചകന്മാർ എന്ന നിലയിൽ നബീം എന്ന് വിളിക്കുന്നു. അതിനോട് ചേർന്ന് ജ്ഞാനികൾ ഇതിനെ തുടർന്ന് എഴുതി. ഇവരുടെ എഴുത്തുകളെ കെത്തൂബീം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ 3 വിഭാഗങ്ങൾ അടങ്ങിയ പഴയ നിയമം ഏതാണ്ട് BC 399 പൂർത്തീകരിക്കപ്പെട്ടത്. ഏത് നമ്മുടെ കയ്യിരിക്കുന്നതായ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം വരുന്നത് BC 399. ഒടുവിൽ മലാക്കി പുസ്തകം എഴുതി പൂർത്തീകരിക്കുന്നത് BC 399 കൊണ്ടാണ് ഈ തനാക്കിന്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ എഴുത്തുകാല ദൈർഘ്യം എന്ന് പറയുന്നത് BC 1500 തുടങ്ങി BC 399 വരെ, അല്ലെങ്കിൽ ഏകദേശം നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ BC 400 വരെ എന്ന് നോക്കിക്കോളൂ. അപ്പോ ഈ 39 പുസ്തകം എഴുതുവാൻ എടുത്തതായ സമയം 1100 വർഷമാണ്. BC 1500 മോശ എഴുതി അവസാനിക്കുന്നത് BC 399 400 മലാക്കി അവസാനിപ്പിക്കുമ്പോ ഉൽപ്പത്തി പുസ്തകവും മലാക്കി പുസ്തകവും തമ്മിലുള്ളതായ കാല വ്യത്യാസം എന്ന് പറയുന്നത് 1100 വർഷമാണ്. 1100 years gap between book of Genesis and book of Malachi. Praise the Lord. ആ തനാക്കിനെ
നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. എഴുതപ്പെട്ടതായ വചനം കിട്ടുന്നത് ഏത് വർഷമാണ്? BC 1500. അപ്പൊ ഈ 1500 മുമ്പ് വചനമൊന്നുമില്ലായിരുന്നു. ആദമിനോട് പറഞ്ഞ കാര്യങ്ങളും അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഇവരെങ്ങനെ മനസ്സിലാക്കിയത്? പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യങ്ങൾ, ഇസഹാക്കിനോട് പറഞ്ഞ കാര്യങ്ങൾ, യാക്കോബും യാക്കോബിന്റെ സന്തതികളും എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ, അന്ന് ആ കാലങ്ങളിൽ എന്താ ചെയ്യുന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസത്തെയും സംഭവങ്ങൾ അതാത് ഫാമിലി കൗൺസിൽ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് കൂടിയിരുന്ന് അവർ അത് ആ കുടുംബത്തിന്റെ തലവൻ അടുത്തയാളിനത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് അത് പറഞ്ഞു കൊടുക്കും. ഇന്നത്തെ പോലെ 2-3 കുഞ്ഞുങ്ങളായിരിക്കത്തില്ലല്ലോ. ഒരു യോഗം കൂടാനുള്ളതായ മെമ്പേഴ്സ് ഒരു കുടുംബത്തിൽ കാണും. അവര് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോ നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ട് കർത്താവേ അത് തന്നതിനാൽ സ്തോത്രം, ഇത് തന്നതിനാൽ സ്തോത്രം, നാളെയും തരണമേ ആമേൻ പറഞ്ഞിട്ട് എഴുന്നേൽക്കുകയല്ല അവരുടെ പ്രാർത്ഥന. അവരുടെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് ഏതാണ്ട് 3-4 മണിക്കൂറത്തെ പ്രാർത്ഥനയാണ് അവരുടെ കുടുംബ പ്രാർത്ഥന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അവർ കൂടിയിരിക്കുമ്പോ ആ കുടുംബനാഥൻ മുമ്പുള്ളതായ കാര്യങ്ങളും അന്ന് സംഭവിച്ചതായ കാര്യങ്ങളും ആ തുടർമാനമായി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ഇന്ന് പറഞ്ഞത് തന്നെയായിരിക്കും ഒരുപക്ഷെ നാളെയും പറയുന്നത്. നാളെ പറഞ്ഞതായിരിക്കും അല്പം കൂടെ ആഡ് ചെയ്ത് മറ്റന്നാ പറയുന്നത്. ഇത് കേൾക്കുന്നതായ അടുത്ത തലമുറ അത് അവരുടെ ഹൃദയത്തിൽ അതങ്ങ് പതിയും. വായിക്കുന്നതിനേക്കാൾ, പഠിക്കുന്നതിനേക്കാൾ പിതാക്കന്മാരിൽ നിന്ന് കേൾക്കുന്നതായ ആ ദൈവിക അരുളപ്പാടുകളും ദൈവം നടത്തിയതായ വിധങ്ങളും ദൈവിക പദ്ധതികളും അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയും. ഈ പറയുന്നതായ കാര്യങ്ങളാണ് പ്രൈസ് ദി ലോർഡ് ഈ റിട്ടൺ തോറ ഉണ്ടാകുന്നതിന് മുമ്പ് വന്നതായ ഓറൽ തോറ എന്ന് പറയുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? റിട്ടൺ തോറ ഉണ്ടാകുന്നത് BC 1500. അത് സാക്ഷാൽ ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ നിന്ന് നമ്മുടെ യഹോവയായ ദൈവം മോശയ്ക്ക് നൽകുന്നതാണ് റിട്ടൺ തോറ. അതിനെ തുടർന്ന് എഴുതപ്പെട്ടതായ തനാക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതായ അല്ലെങ്കിൽ റിട്ടൺ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. പക്ഷെ അതുണ്ടാകുന്നതിന് മുമ്പേ അവരുടെ മധ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഓറൽ തോറ എന്ന് പറയുന്നത്, സംസാരവചനം. ഈ സംസാരവചനം ഓറൽ തോറയേക്കാൾ, റിട്ടൺ തോറയേക്കാൾ വളരെ വിശാലമാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ട് കാലങ്ങളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ, അതിനകത്ത് ഉള്ളതായ വിഷയങ്ങളുടെ വിശദീകരണത്തോടുകൂടെ അത് തലമുറകളായി ഈ ഓറൽ തോറ കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഓറൽ തോറയാണ് റിട്ടൺ തോറയ്ക്ക് മുമ്പുണ്ടായിരുന്നത്. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ? വർഷങ്ങൾ കഴിഞ്ഞു. ഓറൽ തോറ ഉണ്ടാകുമ്പോ, ഓറൽ തോറ വായിക്കുമ്പോ അതിനകത്ത് ചുരുക്കം ചില പ്രതിപാദ്യങ്ങളെ ഉള്ളൂ. അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നതായ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന് സുപ്രഭാതത്തിൽ യഹോവയായ ദൈവം അബ്രഹാമെ നീ ഇറങ്ങാൻ പറയുകയല്ല. അബ്രഹാമും ദൈവവുമായിട്ടുള്ളതായ ഇടപെടലുകൾ പലതുണ്ട്. അതുപോലെ അബ്രഹാമിന്റെ ഭാര്യയായ സാറ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയപ്പോ അബ്രഹാമിന് ഒരു ദാസിയെ കിട്ടിയെന്ന് വായിക്കുന്നു. അവിടെ പേര് ഹാഗാർ എന്നാണ് നമ്മുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഹാഗാർ ആരാണെന്ന് നമുക്കൊരു പിടിയുമില്ല. അത് സാറായുടെ ദാസി, മിസ്രൈമിന്റെ ദാസി എന്നുള്ള ആ ഒരു ഡെഫിനിഷൻ മാത്രമേ നമുക്കറിയാവൂ. പക്ഷെ ആരാണ് ഈ ഹാഗാർ? അത് അബ്രഹാം ആർക്ക് പറഞ്ഞു കൊടുക്കും? ഇസഹാക്കിനത് പറഞ്ഞു കൊടുക്കും. ഹാഗാർ ആരായിരുന്നു? ഹാഗാറിനെ എങ്ങനെ കിട്ടി? ഹാഗാറിനെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാഗാറിനെ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നല്ലോ. അപ്പം അബീമേലക്ക്, അതിന്റെ പേരെന്താണ്? അബീമേലക്കാണോ? അബീമേലക്ക്.
ഭരണാധികാരിയായ അബീമേലെക്ക് എന്ത് ചെയ്തു? അബ്രഹാമിനെ കണ്ടു. അബ്രഹാമിനെ കണ്ടു കഴിഞ്ഞപ്പോ അബ്രഹാമിന്റെ ഭാര്യയിൽ അദ്ദേഹത്തിന് ഇഷ്ടം തോന്നി. അബ്രഹാമിന്റെ ഭാര്യയെ തന്റെ ഭാര്യയാക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം അവനോട് ഇടപെട്ടു. എന്റെ ദാസനായ അബ്രഹാമിന്റെ ഭാര്യയോട് നീ ദോഷമായിട്ടോ ഗുണമായിട്ടോ ഒന്നും ചെയ്യരുത് എന്ന് അവനോട് കൽപ്പിപ്പാനായിട്ടിടയായിട്ട് തീർന്നു. അപ്പോഴാണ് ഈ സാറ അബ്രഹാമിന്റെ ഭാര്യയാണെന്നുള്ള കാര്യം അവന് മനസ്സിലായത്. ഇത് കണ്ട് ഭയപ്പെട്ടതായ എന്താ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. വളരെ ആടുമാടുകളും ധനവും കൊടുത്ത് അബ്രഹാമിനെ പുകഴ്ത്തുന്നതും അബ്രഹാമിനെ തിരിച്ചയക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അക്കൂട്ടത്തിൽ തന്റെ മകളെ സാറായ്ക്ക് ദാസിയായിട്ട് കൊടുക്കുകയാണ്. അപ്പോ അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ ദാസിയായ ഹാഗാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു വേലക്കാരിയല്ല. അത് പ്രൈസ് ദി ലോർഡ് താമസിച്ചതായ ആ മിസ്രൈമ്യ രാജാവിന്റെ മകളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഏത്? അബ്രഹാമിന്റെ സമയത്ത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവിടെ പേരെങ്ങനെ ഹാഗാർ എന്ന് വന്നാൽ? ഹാഗാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ട്രേഞ്ചർ എന്നാണ് അതിന്റെ അർത്ഥം. എബ്രായ ആൾക്കാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ എബ്രായനല്ലാത്ത അവരുടെ കുടുംബത്തിൽ പെടാത്തതായ ഒരു വ്യക്തി വന്നാൽ അവരെ പേര് ചൊല്ലി വിളിക്കുന്നതിന് പകരം അപരിചിത എന്നുള്ള രീതിയിലേ അവരെ വിളിക്കാറുള്ളൂ. ഹാഗാർ എന്ന് പറഞ്ഞാൽ അപരിചിത എന്നാണ്, സ്ട്രേഞ്ചർ എന്നാണ് വാക്കിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. സാറ മരിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഈ ഹാഗാറിനെ വീണ്ടും കാണാം. പക്ഷെ ഹാഗാർ എന്നുള്ള പേരിലല്ല, അവരുടെ ഒറിജിനൽ പേര്. ആ ഒറിജിനൽ പേരെന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോ അബ്രഹാമിന് കെതൂറയിലുണ്ടായ പുത്രന്മാരെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ചു പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞിരിക്കുന്നതായ കെതൂറ എന്ന് പറയുന്നതാണ് ഹാഗാർ. ഇത് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കിട്ടത്തില്ല. പക്ഷേ തലമുറകളായി കൈമാറിയതായ ഓറൽ തോറയിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു? ഇസ്രയേൽ മൊത്തത്തിൽ പ്രവാസികളായി പിടിക്കപ്പെട്ടു. പലരും പലയിടത്തേക്ക് ചിതറിപ്പോയി കഴിഞ്ഞപ്പോ ഇതുവരെ അവർ പറഞ്ഞും പഠിച്ചും വന്നതായ ഈ ഓറൽ തോറ നശിച്ചു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുതെന്ന് കരുതി പ്രൈസ് ദി ലോർഡ് അന്ന് അവർ ഓരോന്ന് റെക്കോർഡ് ചെയ്യുവാനായിട്ടിടയായി. അവരുടെ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ അത് എഴുതി വെച്ചു. ആ എഴുതി വെച്ചതിനെയാണ് തൽമൂദ് എന്ന് പറയുന്നത്. തൽമൂദ് എന്ന് പറഞ്ഞാൽ അത് ഓറൽ തോറയാണ്. ഓറൽ തോറ കിട്ടിയതായ ഓറൽ തോറ മറന്നു പോകാതെ വരുന്ന തലമുറയ്ക്ക് അത് പ്രയോജനപ്പെടുവാനായിട്ട് എഴുതി വെച്ചതായ വിഷയങ്ങളാണ് ഓറൽ തോറ. അതാണ് തൽമൂദ് എന്ന് പറയുന്നത്. 4 തൽമൂദുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോ പൂർണ്ണമായി ചരിത്രം മനസ്സിലാക്കണമെങ്കിൽ ഈ തൽമൂദിലെ കാര്യങ്ങളും കൂടെ ഒന്ന് അറിയാൻ സോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാണ് ആ കിട്ടിയതായ തനാക്കിന്റെ പുറകിലത്തെ ചരിത്രം എന്ന് ഞാൻ പറഞ്ഞു വന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അടുത്തത് അവർക്ക് കിട്ടിയതായ ഈ ഭാഷ അല്ലെങ്കിൽ അവരെഴുതാൻ ഉപയോഗിച്ചതായ ലിപി എന്ന് പറയുന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കൃത്യം 10 മണി ആയതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ക്ലാസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ ആരംഭിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് അവരെഴുതിയതായ അല്ലെങ്കിൽ ആദ്യം എബ്രായ ബൈബിൾ തനാക്ക് എഴുതിയതായ ലിപിയെ കുറിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമേ രണ്ടാമത്തെ റിട്ടൺ ബൈബിളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. രണ്ടാമത് എഴുതപ്പെട്ടതായ ബൈബിളാണ് അരാമിക് ബൈബിൾ എന്ന് പറയുന്നതായ അതിന്റെ അടുത്ത വേർഷൻ ക്രിസ്തുവിന് മുമ്പുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പറഞ്ഞു കേട്ടത് നിങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. അഥവാ എന്തെങ്കിലും ഗ്രഹിപ്പാനായിട്ട് പ്രയാസമുണ്ട് എങ്കിൽ ദയവായി നിങ്ങൾ എന്നെ അറിയിക്കണമേ. കർത്താവ് സഹായിക്കട്ടെ.